അതിനകത്ത് വാറ്റാനല്ലാണ്ട് അരി വെക്കാൻ जो आता है बेचारे की बेइज्जती करके चला जाता है। क्या है तेरे पास, एक कुकर? हेलो गाइस, आप सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए हैं प्रेमलू के पोस्ट इंटरवल सीन का रिएक्शन। सो इंटरवल नहीं था, वो हार्ट ब्रेक सीन था और वहाँ पे वो पूरी तरीके से नष्ट हो चुका है। अब वो वहाँ से कैसे वापस आएगा कुछ आइडिया नहीं है सच में। और ये बहुत खराब है। कई बार ये चीजें किसी पॉजिटिव चेंज के लिए भी होती है। तो अब इतना सब जो आया है, इतने पत्थर पड़े हैं, अब क्या बन के आता है, ये हीरा बनता है कि नहीं पता नहीं। तो देख लेते फिर कैसा होगा। तो आप भी देखो, हम भी देखते हैं। लेट्स स्टार्ट। गंगोत्री पब्लिक स्कूल। നീ വേറെ പെൺപിള്ളേരായിട്ട് പബ്ബിൽ പോയല്ലോ, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഞാൻ പെൺപിള്ളേരായിട്ട് പബ്ബിൽ പോയെന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. നിന്റെ ഉദ്ദേശം എനിക്കറിയാം. ഇതല്ല സച്ചിന്റെ ഒരു अमल डोंट कॉल मी अगेन। नो नो, ब्रेकअप हो गया बेचारी का। എടാ बेचारे का। बेचारे का। നിന്റെ ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുന്നത് കേട്ടാ, ഞാൻ വരൂല. എന്റെ പൊന്നു മോനെ, ഇതൊരു നിസ്സാര കേസല്ലേ? നീ ശാന്തിയുടെ നമ്പർ തന്നെ, ഞാൻ വിളിച്ച് സംസാരിക്കാം അവളോട്. അയ്യോ, എന്നിട്ട് വേണം നിനക്ക് ഇനി അവളായിട്ട് ബന്ധം സ്ഥാപിക്കാൻ. ले അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായില്ലേ? എന്ത് വിട്ടോ, ചെന്നൈക്ക് വിട്ടോ? ഞാൻ എന്തിനാ കാർത്തി പറഞ്ഞിട്ട് ചെന്നൈ പോണ്? എന്നോട് അവള് പറയട്ടെ, റീനു പറയട്ടെ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇത്ര പെട്ടെന്ന് ഇഷ്ടം പറയാൻ വേണ്ടിട്ട് നിന്നെ തള്ളിവിടരുതായിരുന്നു. സ്റ്റോക്കിംഗ് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ വാക്കുകളാണ് ഐറ്റങ്ങൾ പറയണത്. അതുകൊണ്ട് ഇനി അവളൊരു കോണ്ടാക്ട് ഇങ്ങോട്ട് ചെയ്യാതെ നീ മിണ്ടാന്ന് നിൽക്കല്ലേട്ടാ. അതത്രേ ഉള്ളൂ. ദൈവമേ, അവളായിരിക്കണേ. काश उसका हो यार, कितना वो प्यार है। बेचारा। ഇഷ്ടപ്പെട്ട കോളർ ടോൺ സെറ്റ് ചെയ്യാൻ ആ നമ്പറിലേക്ക് വിളിക്കാൻ തൈര്. കസ്റ്റമർ കെയറിലെ ചേച്ചിയിലെ നിനക്ക് പുച്ഛം അവളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. അപ്പൊ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്? സ്റ്റോക്കിങ്. Stalking. നീ അവളായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ നോക്ക്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രോപ്പർ ആവട്ടെ, എന്നിട്ട് ഇഷ്ടം പറഞ്ഞാൽ മതി. അപ്പോഴും ആദ്യം അവിടെ തന്നെ നിൽക്കാട്ടാ. ये बड़ा ऑब्स्टेकल है आदि। നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് വിശാഖപട്ടണത്ത് നാട്ടിലും പ്രോപ്പർട്ടീസ്, മുംബൈയിൽ സ്വന്തമായിട്ട് വീട്, അതും ആ പരേഷ് രാവലിന്റെ വീടിന്റെ ओ തൊട്ടടുത്ത്. भाई आदि बहुत अमीर है। നിന്റെ എന്താടാ ഉള്ളത്? നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ കുക്കറാ, അതിനകത്ത് വാറ്റാനല്ലാണ്ട് അരി വെക്കാൻ जो आता है बेचारे की बेइज्जती करके चला जाता है। क्या है तेरे पास, एक कुकर? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വല്ല കാട്ടിലും പോയി ജീവിക്കാന്ന് വിചാരിച്ച ഫോറസ്റ്റ് മിനിസ്റ്റർ നിജലിംഗപ്പ അവന്റെ ഫാമിലി അവനെ നമ്മള് എന്ത് ചെയ്യോടാ അവനെ? ഒരു വഴിയുണ്ട്. എന്ത്? അവളുടെ ഓഫീസിലെ റിസപ്ഷനിസ്റ്റിന് കുറച്ച് ചിക്കില് വന്നിട്ട് ആ ആദിയുടെ കുഞ്ഞവളുടെ അയ്യേ, വയറ്റിൽ പറഞ്ഞു. എനിക്ക് പോടാം. भाई अमल चुप रहे। भाई, നമ്മുടെ റേഞ്ചിലുള്ള ഒരു സോ idea ജാ. പറഞ്ഞ് സോ ജാ, വേണ്ടെങ്കി സോ വേണ്ട. ജാ. പിന്നെ വേറൊരു കേസ് അറിയാൻ കഴിഞ്ഞതേ, ഓഫീസിൽ ആദ്യം അവളും തൊട്ടടുത്താണ് ഇരിക്കുന്നത്. ഒരു ഫ്രീ ടൈം കിട്ടിയാ എങ്ങനെ അവളെ വളക്കാം എന്നായിരിക്കും അവൻ अरे रे इसका और दिमाग खराब कर रहा है। ബീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. ഞാൻ പോട്ടറ മോനെ, എന്നെ കൊണ്ട് കൂട്ടിയ കുറ കേസല്ലേ. Aw, Sachin. So guys, Renu has successfully completed her probation period and now she's a full-time employee of Ospi. Big round of applause. Hey, treat. Yes. ഓക്കെ ഓക്കെ എന്താ വേണ്ടേ? It's your choice. ഓക്കെ, 2 days lunch is on me. ഓക്കെ Renu. ഹലോ ഹലോ എടാ, നീ നാളെ സേവക്കെത്തൂലേ? നാളെ വരണോ? എടാ, നമ്മളെ മാത്രം സർട്ടിഫിക്കറ്റ് മേടിക്കാത്തുള്ളൂ. നീ വന്നാലില്ലെങ്കിൽ ഞാൻ തന്നെ നാളെ പോയി മേടിക്കും. ഞാൻ വരൂല എന്ന് പറഞ്ഞില്ലല്ലോ ഇനി. ആ, നീ വരണം. सर्टिफिकेट। എടാ, ഒരു ഇമ്പോർട്ടന്റ് കോൾ ഞാൻ തിരിച്ചു പെണ്ണാണോ? വിളിക്കാം. ശരി. ഹലോ ओ रीनू। എന്താണ് ഭയങ്കര ബിസി ആണല്ലോ. പേടിക്കണ്ട, ഗേൾ ഫ്രണ്ട് ഒന്നല്ല. നിങ്ങളുടെ TFC-യിലെ 8 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മീൽ സെർച്ച് ചെയ്യൂ. अरे बेटा। ऑर्डर करने के लिए किया है। ഇവിടെ ഏറ്റവും ബെസ്റ്റ് ബർഗേഴ്സ് ആണ്. എങ്കിൽ നീ ഒരു 8 ബർഗർ മീൽ ഞങ്ങളുടെ ഓഫീസിന്റെ അവിടേക്ക് ഒന്ന് ഡെലിവർ ആക്കോ. എടി, हाँ हाँ हाँ। ഹൈടെക് സിറ്റിയുടെ അവിടെ ഡെലിവറി. ആ, അത് കുഴപ്പമില്ല, ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യുടാ. താങ്ക് യു. मिलने को तो मिल रहा है। यार पर वो इन्होंने ऑफिस में एक फोन बूथ बना रखा था। वाह, ये थोड़ा सा वो भी है ना, नहीं आप यहाँ बैठ के नहीं बात कर सकते, आपको वहीं जाके बात करनी है। पर अच्छा है ना, कोई सुनेगा नहीं। താങ്ക്സ് ആ. എടി, സൂക്ഷിച്ചു പിടിക്കണേ. നീ ആ കരവാളിച്ചല്ലോ. അത് ഇത്രയും ദൂരം വെയിലൊക്കെ കൊണ്ട് ബൈക്ക് ഓടിച്ച് വന്നതല്ലേ. എടാ, ഞങ്ങളുടെ ഫ്ലോറിലേ ആ, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട്.
ഇപ്പൊ അവിടെ റെഗുലർ ആയിട്ട് ഹയറിംഗ് നടക്കുന്നുണ്ട്. അവിടുത്തെ HR എന്റെ ഫ്രണ്ടാ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ റെസ്യൂം എനിക്ക് അയക്ക്, ഞാൻ അവർക്ക് ഓ ഫോർവേഡ് നൈസ്. കുറവായിരിക്കും. അല്ല നിനക്ക് താല്പര്യമുണ്ടേ? അല്ല താല്പര്യം പിന്നെ അന്ന് പബ്ബിൽ നടന്ന വല്ല ഓർമ്മയുണ്ടോ? ഒരു മിന്നായം പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാനന്ന് കുറച്ച് ഓവറാക്കിയില്ലേ. കുറച്ചൊന്നും അല്ല. ഇനി മേലെ നിങ്ങളോട്ടൊരു പരിപാടി ഇല്ലെന്നാ കാർത്തിക പറഞ്ഞേ. ഓഹോ ഒരു സെക്കൻഡ് പിടിക്കണോ? ആദി അതെ വരുന്നു ഒരു 2 മിനിറ്റ്. ആദി ദിൽ ദുഖता है. 2300. 2500 ഉണ്ട്. ആദി റീനുവിന്റെ ബോയ് ഫ്രണ്ട് ആണല്ലേ? സച്ചിൻ എന്ത് തോന്നുന്നു? എനിക്ക് നിങ്ങൾ നല്ല മാച്ച് ആയിട്ട് തോന്നുന്നു. ആണല്ലേ? कुछ जवाब तो दे देती, सिर्फ नॉड करके चली गई. എങ്ങനെയുണ്ട് സുബിനെ? നല്ല ടേസ്റ്റ് ഉണ്ട്. TFC റീനു അങ്ങനെ കണ്ടുപിടിച്ചു. നമ്മുടെ സച്ചിനല്ലേ, അവനവിടെ വർക്ക് ചെയ്യുന്നത്. ഏത് സച്ചിൻ? इसको पचेगा नहीं अब. Did I miss something? നമ്മളൊന്ന് കല്യാണത്തിനുണ്ടല്ലേ, അവരുടെ കൂടെ ഞങ്ങൾ തിരിച്ചു പോന്നേ. Everybody stop eating. I think it's poisoned. जेके Just kidding. ये बहुत ज्यादा वो है बर्गर चला वो बेचारा. എന്റെ പൊന്നാദി, ചില സമയത്ത് നിന്റെ JK അടി ഉണ്ടല്ലോ, രസമുണ്ട്. इसको नहीं पचेगा. റീനു, ആ പയ്യന്റെ പേരെന്താ പറഞ്ഞ? സേവാകോ? സച്ചിൻ റീനുവിന്റെ ഇപ്പോഴായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നുള്ളത് വാസ് ക്വൈറ്റ് ഷോക്കിംഗ് ഫോർ മീ. ആദ്യം ഇപ്പോഴും അന്നത്തെ ആ ഗ്രഡ്ജ് മനസ്സിൽ വെക്കുന്നുണ്ടല്ലേ? ഗ്രേറ്റ്. ग्रज വാട്ട് ഈസ് मैं എനിക്കത് എന്താണെന്ന് പോലും അറിയില്ല. हर जेलस आदमी ऐसी बात करता है. സംസാരിക്കുമ്പോ എന്റെ സ്കൂൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാ തോന്നുന്നത്. ആ, ഇങ്ങനത്തെ തല്ലിപ്പൊളി സ്കൂളൊക്കെ എപ്പോഴും നാട്ടിലുണ്ടല്ലേ? ഗവൺമെന്റ് ഒന്നും നിർത്തലാക്കില്ല. ചുമ്മാ വഴക്കിന് വല്ലാതെ. ഓ ഹോൾഡ് യുവർ ഹോഴ്സസ്. റിയലി? റീനുവായിട്ട് വഴക്കോ? നോ വേ. ഹേ വിഘ്നേഷ്, அந்த பர்கர் எப்படி இருந்தது? அடையா Thank மச்சான் you. வேற. அந்த பாலா போன பர்கர் திறந்து வயிறுலாம் வலின்னு வலிச்சிட்டு இருக்கு. 2-3 தடவை ரெஸ்ட் ரூம் போயிட்டு வந்துட்டேன். ओह देख लिया Slight headache, you know. Vignesh, you have aspirin, right? பெங்களூர் கத்துமாட்டா? Keep it. ये बहुत घटिया आदमी है. 10 மணி में ஹாஸ்பிடல் விடுமா என்ன? Tisini parana. സച്ചിൻ സന്തോഷ്, വൈശാഖ് മുരളി, ദാ ഇതൊക്കെ എഴുതിക്കോളൂ. ഇവിടെ ഇങ്ങനെ പോണം. എന്താ கிராஜுவேஷன் டேஸ் வச்சா ஒருத்தனும் வரமாட்டீங்க. இப்போ வந்து சார் சர்டிஃபிகேட் எப்படி വണ്ടി മലയാ സാർ എന്നെ ஞாபகம் இருக்கா വൈശാഖ് മുരളി? ഓയാ കിട്ടിയല്ലോ. गेट लॉस्ट വേഗം ഇവിടുന്ന് പോവാം. गुस्से में ही होता है ये क्या है? ये क्या था? കുറച്ച് കാശ് കൈ വന്നിട്ട് വേണോടാ നമ്മളപ്പം അപമാനിച്ചു വിട്ട് ഈ तो ये मैं भी ड्राइव कर सकती ये हर कोई बात करता है नहीं. ये जगह खरीद लूंगा मैं अमीर होने के बाद. നിനക്ക് ആ സ്ഥലം ഓർമ്മയുണ്ടാ? അവിടെ വെച്ചാണ് M3യുടെ എക്സാമിന് നീ തന്നോട് 2 പേനുണ്ടോന്ന് ചോദിച്ചേ. അതൊക്കെ ഒരു കാലം. നീ ഇന്ന് പോണില്ലല്ലോ, ഇന്ന് ഇവിടെ കൂടല്ലേ പരിപാടി തെറ്റല്ലേ? അയ്യോ ഇല്ലടാ, തിരിച്ചു പോണം. നടപടിയാവില്ല. ആ എന്താ? ഹൈദരാബാദിൽ നിന്ന് ഇപ്പൊ മാറിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. ആ എന്താ? എടാ എന്റെ ഹൃദയം അവിടെ വെച്ചിട്ടല്ലേ ഞാൻ പോന്ന് നിൽക്കുന്നത്. അത് ശരി. നീ അവളുടെ ഫോട്ടോ ഫോട്ടോ ഒന്നുമില്ല, പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിയാ മതി. ये दोस्तों के सामने चौड़ मारनी है नहीं. हाँ तो कुछ बोला भी नहीं अभी तक माय गर्ल. नीनू എടാ ഒറ്റ സെക്കൻഡ്. ट्रेन में ആടാ ആ ഹലോ, നാട്ടിൽ പോവാണോ? അതെ. എന്തു പറ്റി പെട്ടെന്ന്? പെട്ടെന്നൊന്നുമില്ല, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന. ആണോ? പിന്നെ നീ ഇന്നലെ തന്ന ബർഗർ കഴിച്ചിട്ട് എനിക്ക് വയറിനൊരു സുഖം. सही में
അയ്യോ लूज मोशंस हो गए सच എന്നിട്ട് में। ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. TFC ഇതുവരെ ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ല ആർക്കും. ആ അത് വിട്, ഞാനേ നിന്നെ വിളിക്കാം. ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ തമിഴ്നാട്ടിൽ എവിടെയാണ്? സേലം എടുക്കാറായി. സേലം? ഉയ്യോ, ഇതുവരെ? അല്ല ഞാനും സേലത്തുണ്ട്. ആ ശരി വെക്കുവാ. അല്ല ओ ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ ശരി. ആരടാ ഹൗസ് ഓണറാണാ? നീ ഇന്ന് പരിങ്ങണ്ടായിരുന്നല്ല. അവളാടാ രാവിലെ ഫുഡ് കഴിക്കാത്തതിന് എന്നെ ഒരു അരമണിക്കൂർ നാട്ടിൽ പോവാണ്. സേലം വഴിയാ പോണെന്ന് എന്നോട് സ്റ്റേഷനിൽ വന്ന് നിൽക്കാൻ. ഓരോരോ കഷ്ടപ്പാടുകളെ. നീക്കൊന്ന് ഫുഡ് കഴിച്ചോന്ന് ആരെങ്കിലും ചോദിച്ചാ? ആ അതാണ് റിലേഷൻഷിപ്പിലൊന്നും ചെന്ന് ചാടില്ല ടോന്. സിംഗിൾ പസങ്ക അത് തന്നെയാണ്. ഞാനോളും കൂടി പുറത്തു പോയിട്ട് ഒരു ബർഗർ കഴിച്ച്. അത് അവളുടെ വയറ്റിന് പിടിച്ചില്ല. ഇപ്പൊ ലൂസ് മോഷനൊക്കെ ആയിട്ട്. അല്ല നിനക്ക് ഫസ്റ്റ് ഇയറിൽ ഇതേപോലെ ഒരു തൂറ്റൽ വന്നിട്ട് ഒരു ഒറ്റ മൂലി കഴിച്ചിട്ടല്ലേ ശരിയായത്? നമ്മുടെ ഉമാശങ്കരുടെ പാർട്ടിയുടെ ഏതൊറ്റ മൂലി? ഏത് പാർട്ടി? എനിക്ക് ഓർമ്മയൊന്നുമില്ല. കുമുദം പാർട്ടി. അവരെ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഉമാശങ്കറിനൊന്ന് വിളിച്ചോക്കട്ടെ. പാർട്ടി ഇപ്പോഴും ഉയരോടെ ഉണ്ടോ എന്തോ. what a place. കുമുദം ओए तो ये दवाई ले रहा है? ഒറ്റമൂലിയോ? ओ वाह, उसको मेडिसिन देगा. ഒന്നാമത് നെയ്ക്കാരപ്പെട്ടിയിൽ അതിനേരം വണ്ടി ഒന്നും നിർത്തിയിട്ടില്ല. അല്ല അത് സാരമില്ല, ഞാൻ അവിടെ ഒന്ന് നിന്നോളാം. നീ ഏത് കമ്പാർട്ട്മെന്റ് എന്ന് പറ. സച്ചിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എടി പിന്നെ നിനക്ക് ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ തീരെ അങ്ങോട്ട് വെള്ളം പോലെയാണോ? നീ ഒറ്റമൂലി എന്ത് പണ്ടാരെങ്കിലും കൊണ്ടാ? നീ ഫോൺ വെച്ചേ. പാർട്ടി എവിടെ വണ്ണം വെക്കുന്നത് ഏതാവത്? कैसे सवाल है ये? വൈശാഖേ, ഞാൻ പോയിട്ട് വരാം. നീ വെയിറ്റ് ചെയ്യട്ടെ, ഞാൻ പോയിട്ട് വരാം. ശരി ശരി. भाई बेचारा ऑटो. ये है प्यार. अरे वाह. बोला रुकेगी नहीं. ये अरे उसका फोन. कम ऑन फास्ट. वाह, इम्प्रेस हो जाना चाहिए यार. എടാ താങ്ക്സ്. ആ, നീ ഇനി എങ്ങനെയാ നീ പോകുന്നേ? കേറിക്കോ, കേറിക്കോ. ഞാൻ പോകോളാം. ആ, ശരി. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഞാനേ വിളിക്കാം. ആ ശരി. अच्छा तरस आने लगता कोई है. बात भी नहीं हो पाई. उसको कुछ फील हुआ नहीं हुआ? होगा ही ना यार, एक बंदे ने इतना उसके लिए किया. नहीं, लूज मोशन तो कुछ भी खाने से हो सकता था. ഹലോ ഹലോ ആരാ? ആരാന്നോ? എടാ ഞാൻ റീനുവാ. അയ്യോ അതെ, ഫോണിന്റെ ഡിസ്പ്ലേ വീണപ്പോ പൊട്ടി. അത് കാരണം പെട്ടെന്ന് മനസ്സിലായില്ല. ആ. എടാ നീ തിരിച്ചു പോയായിരുന്നോ? ഇല്ല. അപ്പൊ ഇപ്പോഴും നീ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാ? അല്ല, പിന്നെ ഞാൻ ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ചാടി കയറി. Why? അല്ല എന്തായാലും ഇവിടെ വരെ എത്തി. അപ്പൊ നാട്ടിലൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ച്. സച്ചിനെ നീ എന്ത് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നേ? ഓടുന്ന വണ്ടി ചാടിക്കറി വല്ല ആക്സിഡന്റും പറ്റിയിരുന്നെങ്കിലോ? അല്ല അതിനൊന്നും പറ്റിയില്ലല്ലോ ഇപ്പൊ. ഞാനെ വിളിക്കാം, ഞാനിവിടെ ഒറ്റക്കാലിൽ നിൽക്കാണ്. ശരി. എടാ നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഇതില് കേൾക്കൂ. ആ അത് ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കാൻ വരെയായിരുന്നു. അത് കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? अंकल साथ में नहीं, नहीं कोई प्रॉब्लम नहीं. പക്ഷെ നമുക്ക് ടിടിനോട് പറഞ്ഞു നോക്കാം. ഏതായാലും നീ വാ. ആ ശരി. ആ ശരി. सेरी. और जनरल में तो बहुत मुश्किल होता है. वाह. क्या जगह है? क्यों है यार? ये कौन सी कहाँ- जगह है? कहाँ से लाते हैं ആ, इतने अच्छे നിക്ക് നിക്ക്. ആ, കേറുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. എന്താ? ഈ മരുന്ന് എനിക്ക് തരാൻ വേണ്ടിയാണോ നീ ഇത്ര കഷ്ടപ്പെട്ടത്? അത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്. അല്ല, എന്റെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അത് റീനുവിനെ പോലത്തെ നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടാ. ओह, അല്ല ഞാൻ തന്ന ബർഗർ കഴിച്ചിട്ടല്ലേ ഈ അവസ്ഥയിലായത്. ശരി, ഈ നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ? അതെന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അല്ല നാട്ടിൽ പോയിട്ട് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം? ആലോചിക്കാൻ സമയം വേണോ? yes. അല്ല എന്റെ വിസ രണ്ടാമത് അപ്ലൈ ചെയ്യാൻ സമയമായിട്ടുണ്ട്. Nice. മൊഴിയെടുപ്പ് കഴിഞ്ഞെങ്കിൽ ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ. ബാബക്കോ. ആ. ആ. ആ നമസ്കാരം. कि सबको मिल तो जाते हैं ये. എന്താ കാണിക്കുന്നേ? അല്ല AC കമ്പാർട്ട്മെന്റിൽ എങ്ങനെ പെരുമാറുന്നത് അറിയാൻ പാടില്ല സിസ്റ്ററെ. ഇത് എവിടെയത്? അവിടെ
പൊക്കോ പൊക്കോ. ഇത് ഇവിടെ എവിടെ? ഇവിടെ. ആ ये तो मतलब लाइफ गोल्स होते हैं लोगों के. നീ ആ മരുന്ന് കഴിച്ചില്ലേ? അയ്യോ ഇല്ല. അടുത്ത് കഴിച്ചത് ചേട്ടാ. ഇത് എങ്ങനെ കഴിക്കണ്ടേ? ഇത് അതങ്ങനെ എടുത്ത് വിഴുങ്ങി ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി. അതൊന്നും നോക്കണ്ട, കഴിച്ചത് മുഴുവനും വടിച്ചെടുത്ത് കഴിച്ചത്. എത്ര? കുറച്ചുകൂടി മുഴുവനും എടുത്ത് കഴിക്കാത് വടിച്ച് കഴിക്കി. मुंह कैसा बना है? ഇല്ല, ഒരു ആശ്വാസം തോന്നുന്നില്ലേ? एकदम सही. अभी गई भी नहीं अंदर. निकलने तो दे यार उसको. എന്തേ? फेक है, फेक है. റീനു, റീനു, देखो कैसे बता. वो एकदम से किया ना. और जेके मत बोल. അമ്മേ. ദൈവമേ, ജയിക്കാന്റെ കാര്യം പറഞ്ഞോ. ആദ്യം വിളിക്കുന്നുണ്ട്. ओ लंबी उम्र. ആദി. अभी अभी सचिन देखेगा. ആ സേഫ് ആണ്. ഞാനിപ്പോ ദേ इसका शोल्डर दिख रहा है ये. Oh, great, great, great. Huh? Wait. ആ ഷർട്ട് നല്ല പരിചയമുണ്ടല്ലോ. Who is that? ഇത് സച്ചിൻ. ये कहाँ से आया? Oh no! എന്റെ റിനു എന്ത് ഭാവിച്ചിട്ടാ? ആ വണ്ടിയിലെ ചങ്ങലുണ്ടെങ്കിൽ വേഗം വലിച്ചിട്ട് വല്ല കാട്ടിലോട്ട് പോയി ഓടി രക്ഷപ്പെടും. ട്രാവലിംഗിൽ സേഫ് അതാ. എന്താണോ? ये अलग ही आदमी है. എനിക്കാവല്ലേ, അവൻ എനിക്ക് മരുന്ന് കൊണ്ട് വന്നാ. മരുന്നോ? എന്നിട്ട് നീ ഇത് കഴിച്ചോ? ആ കഴിച്ചു. Shit. Okay, do one thing. Go straight to the bathroom, put your finger inside and vomit it out. ആദ്യം ഒന്ന് കൂളാവ്. ഇത് നമ്മുടെ സച്ചിനല്ലേ? और सचिन. വേണ്ട. സച്ചിൻ, നീ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് തോന്നുന്നു. ആദ്യം നോൺസെൻസ് പറയാതെ. റീനു, ഹലോ ഹലോ ഹലോ. बहुत अच्छा हुआ. ഹലോ. എടുത്തോണ്ട് പോടോ. കട്ടായി തോന്നുന്നു. भाई सचिन को क्या समझता है? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് बेचारा വിളിച്ചോണ്ടിരിക്കണം. सचिन. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു മര്യാദ ഒക്കെ വേണ്ടേ? ഇത് റിലേഷൻഷിപ്പോ? ആർക്ക്? सबसे हैप्पीनेस मोमेंट होगा इसके ഇത് കഷ്ടമാണ്. ഓഫീസിലെ കുറെ പേര് എന്നെ അതിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടക്കാം. ओ. ഇതേപ്പോ നീയും. ഓഫീസിലപ്പോ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലേ? സച്ചിനെ ഒന്നാമത് എനിക്ക് വയ്യ. വെറുപ്പിക്കാണ്ടൊന്ന് പോയേ നീ. ജപ്. അമ്മേ, എടാ നീ എവിടെയാ? ഞാൻ ഒരു വർക്കില്ല. എന്തേ? എടാ എനിക്കൊരു 10,000 രൂപ വേണമായിരുന്നോടാ, ഒരു പോത്തുകുട്ടീനെ മേടിക്കാനാ. 10,000? ആ, എന്റെ എവിടുന്ന? അവളോട് ചോദിച്ചില്ലേ? അവളടുത്തില്ലാന്ന്. ഞാന് വിളിക്കാം, ഇപ്പൊ കുറച്ച് साल उड़ा തിരക്കിലാണ്. दिए थे उस दिन. ശരി. बाबू में എടാ നിനക്ക് കാശിനുള്ള അത്യാവശ്യം ഉണ്ടോ? ഏയ്, അത്യാവശ്യമൊന്നുമില്ല. അമ്മയ്ക്കൊരു പോത്തൂട്ടിനെ മേടിക്കാനാണ്. അമ്മയ്ക്ക് ചിലപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. 10,000 രൂപയ്ക്ക് പോത്തൂട്ടിനെ മേടിക്കും. 30,000 രൂപയ്ക്ക് എന്നിട്ട് അതിനെ തീറ്റിപ്പറ്റി 10,000 രൂപയ്ക്ക് തന്നെ വിറ്റുവലയ്ക്കും. ये क्या? അയ്യോ നഷ്ടല്ലേ? ऐसा क्यों? കാശിന് ആവശ്യം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അച്ഛനോട് ചോദിച്ചാ പോരെ? അതിന് അവര് രണ്ടുപേരും വേണ്ടിട്ട് തന്നെ 1.5 കൊല്ലറ്റായില്ലേ. അണ്ടിപ്പിള്ളിക്കാവ് ഉത്സവത്തിന്റെ അന്നാണ് അവര് ലാസ്റ്റ് കൊണ്ടുവന്നത്. അതും ഇതേപോലെ എന്തോ അടിയിടാൻ. അപ്പൊ അവര് മിണ്ടിക്കാണാൻ നിനക്ക് ആഗ്രഹമൊന്നുമില്ലേ? എന്റെ പൊന്നോളെ, മിണ്ടല്ലേ എന്നാണ് ആഗ്രഹം. മിണ്ടിക്കഴിഞ്ഞാൽ അപ്പടി ഉറപ്പാണ്. വീട്ടിൽ നിന്ന് വല്ല കല്യാണത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ രണ്ടാളും രണ്ടു വഴിക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. നീയേ എന്റെ പേരൻസിനെ കാണുമോനെ? എവിടെ? ഒരു സെക്കൻഡ്. कुछ बात हो रही है. अरे वाह, ये तो बिल्कुल प्रॉपर कपल है. ഈ ഗേറ്റ് തൂങ്ങിക്കിടക്കുന്നതാണ് എൻ്റെ അപ്പൻ. ഇത് മമ്മി. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇവർക്ക് ഇതൊക്കെ പരിപാടി. എനിക്കിപ്പോ ശീലായി. वाह. ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തിട്ടാ. ഇതിനേക്കാളും വേദന എന്റെ എടാ നിന്റെയൊക്കെ നാക്കണ്ടല്ലോ, ഏത് നടുക്കട്ടിൽ കൊണ്ടിട്ടാലും അത് വെച്ച് തുഴഞ്ഞൊഴിഞ്ഞ് നീ രക്ഷപ്പെട്ടോളൂ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. അതാ മരുന്ന് കഴിച്ചാൽ ഉറക്കം വരുമെന്ന് പാട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു. തായോ, കിടന്നു കിടന്നു കിടന്നു. കിടന്നാ എണീക്കുവോ? എന്താടി റീനൂസ്? കിടന്നു. इसको भी वो आदि वाले क्वेश्चंस आते तो हैं. റീനു, റീനു कंफर्म क्या हो? ऐसे कौन पूछता है? सो रही है तू. എടി,
സത്യം പറഞ്ഞ നാട്ടിലേക്ക് പോകാനല്ല ഞാൻ വന്നത്. നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാശുമല്ലേ അന്നാ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ സച്ചിനെ ആലോചിത്തി അയ്യോ ഞാൻ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ആ മരുന്ന് കഴിച്ചോണ്ടാണോന്നറിയില്ല, ബെറ്ററായി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇറങ്ങട്ടെ. എടാ ആ താങ്ക്സ്. അയ്യോ നോ മെൻഷൻ പ്ലീസ്. എടാ പിന്നെ ആ 23-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. ഫ്ലാറ്റില് ചെറിയൊരു ആഘോഷമുണ്ട്. ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പൊ നീയും അമലും എന്തായാലും വായോ. അമല് വന്നില്ലെങ്കിലും നീ എന്തായാലും വാ. നൈസ്. എത്തിട്ട് മെസ്സേജ് അയക്കട്ടോ. ആ ബൈ ബൈ. ബൈ. ശരി. हो गया काम नहीं. लास्ट थोड़ा सा अच्छा हो रहा है एंड धीरे धीरे वो उसके अंदर भी मतलब वो थोड़ी केयर दिखा रही है कि घर पहुंच के मेरे को मैसेज करना और फोन करना. ये नॉर्मली हम रिलेशनशिप में देखते हैं और फिर वो उसको कह रही है कि भाई मेरे बर्थडे पे जरूर आना. तो वो थोड़ी सी केयर दिखा रही है क्योंकि उसने देखा कि कितना एफर्ट यहाँ पे सचिन ने डाला है उसके लिए. वो मेडिसिन बना के इतनी दूर जाके वहाँ पे उसके लिए आया, तो कमाल की बात है. सच में सचिन ने कितने एफर्ट्स, कितना भागा, बेचारा गिर गया, उसका फोन टूट गया, उसने पैसे पब में उड़ा दिए और वो अपना कोर्स छोड़ के यहाँ पे आ गया और चीजें कर रहा है, फिर जॉब भी कर रहा है सर्वाइवल के लिए. मतलब उसने किसी चीज की कमी नहीं छोड़ी है रीनू को पाने के लिए. अब रीनू को रियलाइजेशन हो जाए और रीनू को भी ये बस पसंद आ जाए. बस अब यही है कि उसके पास वो पैसा वो सब नहीं है जो रीनू के पास है. अब वो पता नहीं क्या होगा. तो आप लोगों को कैसे लगा कमेंट्स में जरूर बताएगा. तो इसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए. बाय. बाय.